നമസ്കാരം. 5 കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏവർക്കും ഇഷ്ടമായ ചെമ്മീൻ അച്ചാറാണ്. എൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും ഫേവറേറ്റായ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അമ്മച്ചിയുടെ ചെമ്മീൻ അച്ചാർ ഏറെ പ്രിയങ്കരമാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ചേരുവകൾ എന്താണെന്ന് നോക്കാം. ചെമ്മീൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോയാണ്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകൾ ഭാഗത്തെ കുഴലൊക്കെ കളഞ്ഞതാണ്. വെളുത്തുള്ളി 200 ഗ്രാം അരിഞ്ഞത്, ഇഞ്ചി 200 ഗ്രാം അരിഞ്ഞത്, മുളകുപൊടി 3½ ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, പെപ്പർ 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വിനെഗർ 1½ കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 10 എണ്ണം അരിഞ്ഞത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെപ്പറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെമ്മീനിൽ പുരട്ടി അരമണിക്കൂർ നേരത്തേക്ക് വെക്കുക. എന്നിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ആ സെയിം എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇടുക. അതിനുശേഷം അച്ചാറുണ്ടാക്കാനുള്ള പാൻ എടുക്കുക. ഈ വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫയർ ഓൺ ചെയ്ത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് 1 ടീസ്പൂൺ ഇടുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവയും ഇട്ട് അത് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് വഴരാൻ അനുവദിക്കുക. നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3½ ടേബിൾ സ്പൂൺ മുളകുപൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിലേക്ക് 1½ കപ്പ് വിനെഗറും 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി തിളയ്ക്കാൻ അനുവദിക്കുക. ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ്. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് ഇളക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫയർ ഓഫ് ചെയ്ത് ആറിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രേവി അല്പം തിക്കാണ്. നിങ്ങൾക്ക് ഗ്രേവി ലൂസ് ആക്കണമെങ്കിൽ 1/2 കപ്പ് വിനെഗർ തിളപ്പിച്ച് ആറിച്ച് ഈ മിശ്രിതത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല കിടിലൻ ചെമ്മീൻ അച്ചാർ റെഡിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ഡിഷുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ, സൈനിങ് ഓഫ്. സൂപ്പർ.